ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ക്യാൻസറിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനൊക്കെ കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷേ അത് നിങ്ങളുടെ എനർജി നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് ഇൻസ്റ്റഗ്രാമിലും ഞാൻ കുറേ ആക്റ്റീവാണ്. എന്നെ അവിടെയും നിങ്ങൾക്ക് ഫോളോ ചെയ്ത് അവിടെ എക്സ്ട്രാ മെസ്സേജസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അവിടെയും ഫോളോ ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൻ്റെ ഹാൻഡിൽ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഒരു പ്രാവശ്യം ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. എന്നുവെച്ചാൽ അവിടെ എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്കും ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവാം. ചാനൽ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്ത ഉടനെ നിങ്ങൾക്ക് എല്ലാം വീഡിയോസിൻ്റെ ആക്സസ് കിട്ടും. എത്രയും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല വീഡിയോസ് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്ലോഡ് ചെയ്യണ ഉടനെ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ ചാനലിൻ്റെ മെമ്പർ ആവുക. അപ്പോൾ ഇപ്പോൾ ക്യാൻസർ നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം, അതൊക്കെ നമ്മൾ ഇന്ന് ഈ റീഡിങ്ങിൽ നോക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോനെ സ്റ്റാർട്ട് തൊട്ടിട്ട് എൻഡ് വരെ നോക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. അപ്പോൾ ക്യാൻസർ നിങ്ങളുടെ എന്താ ഓവറോൾ എനർജി എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജിയാണ് ഡെത്ത്. നിങ്ങൾ രണ്ടാളുടെയും കറൻറ്റ് സിറ്റുവേഷൻ ഇപ്പോഴത്തെ 9 ഓഫ് സോഡ്സ് ആണ്. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 9 ഓഫ് കപ്സ്. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 3 ഓഫ് സോഡ്സ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ആണ് 7 ഓഫ് സോഡ്സ്. നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ ഇവിടെ 2 ഓഫ് വാൻഡ്സ്. ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ 3 ഓഫ് കപ്സ്. ഔട്ട്കം. അപ്പോൾ ഇവിടെ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ക്യാൻസർ നിങ്ങളുടെ ഓവറോൾ എനർജി. ഇതൊരു കുറേ നേർച്ചറിങ് എനർജിയാണ്. നിങ്ങളുടെ കുട്ടികളെയൊക്കെ ഉണ്ടെച്ചാൽ നിങ്ങളുടെ കുട്ടികളുടെ മുകളിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണത്. നിങ്ങളുടെ ജോബ്, നിങ്ങളുടെ ഫാമിലി, അതിലേക്കാണ് നിങ്ങളിപ്പോൾ ബിസി ആയിട്ട് ഞാൻ കാണുന്നത്. എന്താണ് ഈ നിങ്ങളുടെ സ്റ്റെബിലിറ്റി, ഓക്കെ, മെൻ്റൽ ഇമോഷണൽ സ്റ്റെബിലിറ്റി, അതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ എന്താണ്, നിങ്ങൾ ബാലൻസ് ചെയ്യാനാണ് നോക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ എല്ലാം കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് പോവുക, അതാണ് ഇപ്പോൾ നിങ്ങളുടെ ഫോക്കസ് ഉള്ളത്. ഇവിടെ എന്താണ് പേജ് ഓഫ് വാൻഡ്സ്. അപ്പോൾ ഒരു ഫയർ സൈൻ്റെ എനർജി ഉണ്ട് ഇവിടെ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഇവിടെ ഒരു പുതിയ ബിഗിനിങ് കാണാണ്ട് മേ ബി നിങ്ങളും നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ ഇടയ്ക്ക് ഞാനൊരു പുതിയ ബിഗിനിങ് ആയിട്ടാണ് കാണുന്നത്. അതല്ല വെച്ചാൽ നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് ഇഷ്യൂസ് ഉണ്ട് വെച്ചാൽ നിങ്ങൾക്ക് ഈ പേഴ്സണെ മെസ്സേജ് ചെയ്തിട്ട് ഒരു പുതിയ ബിഗിനിങ് നിങ്ങൾക്ക് വേണമെന്നുണ്ട്. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി ഡെത്താണ്. ഡെത്ത് സ്കോർപ്പിയോ എനർജിയാണ്. ഇവിടെ ഒരു എൻഡിങ് ആണ് ഞാൻ കാണുന്നത് ഈ പേഴ്സൻ്റെ ലൈഫിൽ. എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ കാണുന്നത് ഇവിടെ ഒരു എൻഡിങ് ആണ്. അപ്പോൾ എന്തോ ഒരു ചേഞ്ച്, ഒരു മാറ്റം കാണുന്നുണ്ട് ഈ പേഴ്സൻ്റെ ലൈഫിൽ. ജഡ്ജ്മെൻറ്റ്, ഇവരിപ്പോൾ ഒരു ഡിസിഷനാണ് എടുക്കാൻ പോണത് ഈ മാസം ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്. എന്താണ് ഇവിടെ, പക്ഷേ അവർക്ക് ആ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, കുറേ കൺഫ്യൂസ്ഡാണ്. അപ്പോൾ 9 ഓഫ് സോഡ്സ് ആണ് നിങ്ങൾ രണ്ടാളുടെയും കറൻറ്റ് സിറ്റുവേഷൻ. ഇവിടെ എന്തോ ഒരു ടെൻഷൻ ഉണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്, സ്ട്രെസ് ഉണ്ട്. നിങ്ങൾ രണ്ടാൾക്കും എന്തോ ഒരു കാര്യത്തിന് ഇവിടെ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. കിങ് ഓഫ് കപ്സ്.
ഇമോഷണൽ ടെൻഷനായിരിക്കാം, ഇവിടെ ഒരു ചോയ്സ് ഉണ്ട്, ഇവിടെ ഒരു തേർഡ് പാർട്ടിയും ഉണ്ടാവാം. ഓക്കെ, എന്നുവെച്ചാൽ ഇവിടെ ലവേഴ്സ് ഒരു ചോയ്സാണ്. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നുണ്ടോ ഇല്ലേന്നാണ് ഇപ്പോൾ ഒരു ചോയ്സ് ഉള്ളത് രണ്ടാൾക്കും. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 9 ഓഫ് കപ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണിൻ്റെ കൂടെ തന്നെയാണ് ഒരു ഫ്യൂച്ചർ വേണ്ടത്. 9 ഓഫ് കപ്സ് ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു വിഷ് ഉണ്ട് ഈ പേഴ്സൻ്റെ കൂടെ റീകൺസൈൽ ചെയ്യണം എന്ന്. നിങ്ങൾക്ക് ഈ പേഴ്സൺ കുറേ ഇഷ്ടമാണ്, ഇവിടെ കുറേ ലവ് ഉണ്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിനെ ബ്രേക്ക് ചെയ്യണം എന്നില്ല. ഏസ് ഓഫ് വോൺസ്, നിങ്ങൾക്ക് കുറേ പാഷൻ ഉണ്ട് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. പക്ഷേ ഈ പേഴ്സൻ്റെ എനർജിയിൽ 3 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ 3 ഓഫ് സോഡ്സ് ഇവിടെ ഹാർട്ട് ബ്രേക്ക്ഡ് എനർജിയാണ്. അപ്പോൾ എന്തോ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്, ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിട്ടുണ്ട് ഈ പേഴ്സൻ്റെ അടുത്ത് ലൈഫിൽ. അവർ കുറേ ബ്ലോക്ക്ഡ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. എന്താണ് ഇവിടെ 7 ഓഫ് വോൺസ്? അവർ ഇവിടെ ഒരു ഫ്രീ എനർജിയിലാണ്. അപ്പോൾ അവർക്ക് ആക്ച്വലി ഈ റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യണ്ടെന്നുണ്ട്. ഓക്കെ, അവർ ഒരു ഫ്രീ എനർജിയിലാണ് ഈ റിലേഷൻഷിപ്പ് വിട്ടിട്ട് അവരിപ്പോൾ ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകാനാണ് അവർ നോക്കണത്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള എനർജിയിലാണ് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിനെ വിടണ്ടാന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നുണ്ട്, എഫേർട്ട് ഇടാൻ പോകുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. ഇവിടെ ഫാമിലി ഉണ്ട്, അപ്പോൾ നിങ്ങൾ രണ്ടാളും മാരീഡ് ആയിരിക്കാം. 10 ഓഫ് കപ്സ് ഇവിടെ നിങ്ങൾക്കൊരു പുതിയ സ്റ്റേബിൾ ബിഗിനിങ് വേണമെന്നുണ്ട് ഇവിടെ. ഓക്കെ, ഒരു റെന്യൂവൽ വേണമെന്നുണ്ട്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ 7 ഓഫ് സോഡ്സ്. ഇവരുടെ ലൈഫിൽ വേറെ എന്തോ നടക്കുന്നുണ്ട്. ഇവിടെ തേർഡ് പാർട്ടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ കാര്യം അവർ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് അറിയുണ്ടാവില്ല ഈ കാര്യം. അവർ ഇത് ഒരു ഹിഡൻ എനർജിയാണ് ഇത്. അപ്പോൾ അവരത് സീക്രട്ടായിട്ടാണ് വെച്ചിരിക്കണേ. അവർക്ക് ഈ സിറ്റുവേഷനെ വിട്ടിട്ട് വേണം സ്റ്റെബിലിറ്റിയിലേക്ക് പോകാൻ, ഒരു പുതിയ ഡിറക്ഷനിലേക്ക് പോകാനുള്ള പ്ലാനാണ് അവരുടെ. ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ കറൻ്റ്ലി ഒരു സ്റ്റാഗ്നേഷനാണ്. അവർക്ക് ഇതിന് ലെറ്റ് ഗോ ചെയ്തിട്ട് വേണം മൂവ് ഓൺ ചെയ്യാനുള്ളതാണ് അവരുടെ പ്ലാൻ. 2 ഓഫ് വോൺസ് ആണ് നിങ്ങളുടെ ആക്ഷൻ. അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്യാണ്, പ്ലാൻ ചെയ്യണത്. ഫ്യൂച്ചർ എന്താ വേണ്ടത് നിങ്ങൾക്ക് അറിയില്ല. ഈ പേഴ്സൻ്റെ എന്തായിരിക്കും തീരുമാനം എന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾ ഫ്യൂച്ചറുടെ പ്ലാനിങ് ചെയ്യണു, എന്താ ഫ്യൂച്ചറിൽ വേണ്ടേ, എന്താ ചെയ്യണ്ടേ. ഇവിടെ ഒരു കോമ്പറ്റീഷൻ ഞാൻ കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡിയാണ്. പക്ഷേ ഈ പേഴ്സൻ്റെ എനർജി കുറേ ഇൻ ആൻഡ് ഔട്ടാണ്. അവരാണ് കമ്മിറ്റ് ചെയ്യാത്തത്. ഈ പേഴ്സൻ്റെ ആക്ഷനിൽ 3 ഓഫ് കപ്സ് ആണ്. അപ്പോൾ 3 ഓഫ് കപ്സ് ആക്ച്വലി ഒരു റീകൺസിലിയേഷൻ്റെ എനർജിയാണ്. പക്ഷേ ഈ സമയത്ത് ഈ സിറ്റുവേഷനിൽ 3 ഓഫ് കപ്സ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം. ഓക്കെ, എംപറർ ഏരീസ് എനർജി ഉണ്ട് ഇവിടെ, ആൻഡ് കിങ് ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ഓക്കെ, കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ടോറസ് എനർജിയാണ്. മേ ബി അവർ ഒരു ടോറസിൻ്റെ കൂടെ ഇൻവോൾവ് ആയിരിക്കാം. അതല്ല വെച്ചാൽ അവരുടെ കരിയറിലാണ് ഇപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യണത്. നിങ്ങളുടെ കൂടെ ഈ റിലേഷൻഷിപ്പ് ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്ന പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ അവരുടെ ലൈഫിൽ ചില സീക്രറ്റ്സ് ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ ഔട്ട്കം ഇവിടെ കിങ് ഓഫ് സോഡ്സ് ആണ്. ഔട്ട്കം ഇവിടെ ഒരു ഡിറ്റാച്ച്ഡ് എനർജിയാണ് ഞാൻ കാണുന്നത്. ഒരു ലവ് ഇല്ലാത്ത ഒരു എനർജി, കുറേ ഒരു ഡിറ്റാച്ച്ഡ് പോലെ. ഹീലിംഗിൻ്റെ എനർജി ഉണ്ട് ഇവിടെ, സെപ്പറേഷൻ്റെ എനർജി ഉണ്ട്, എംപ്രസ് എനർജി ഉണ്ട്. അത് നിങ്ങളുടെ എനർജി ആവാം. ഒരു മദറുടെ എനർജിയാണ് എംപ്രസ്. ഒരു പ്രഗ്നൻറ്റ് വുമൻ്റെ എനർജിയാണ് എംപ്രസ്. ഇവിടെ ഏസ് സോഡ്സ് ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്, ക്ലാരിറ്റിയുടെ എനർജിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ബ്രേക്കപ്പായിട്ട് ഞാൻ കാണുന്നില്ല, പക്ഷേ ഡെഫിനറ്റ്ലി ഒരു സെപ്പറേറ്റഡ് എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് താമസിക്കേണ്ട വെച്ചാലും ഇവിടെ ഒരു കണക്ഷൻ ഇല്ല, ഇമോഷണൽ കണക്ഷൻ മിസ്സിങ് ആണ്. നിങ്ങൾ ഒരുമിച്ച് താമസിക്കേണ്ട തന്നെ ഉള്ളൂ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു ഫോർമാലിറ്റിയുടെ എനർജിയാണ് ഞാനിവിടെ കാണുന്നത്. പക്ഷേ ഒരു കണക്ഷൻ ഇല്ല, ഒരു ഇമോഷൻ ഇല്ലാത്ത ഒരു എനർജിയാണ് ഇവിടെ. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ്? അപ്പോൾ ഇവിടെ കുറേ ഫയർ സൈൻസ് ഉണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഉണ്ട്, പൈസീസ് ഉണ്ട് കുറേ. അപ്പോൾ ജെമിനായി ഉണ്ട്. എന്താണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് ഉള്ളത്? ഹീലിംഗ് ഫാമിലി ഇഷ്യൂസ്. അപ്പോൾ ഡെഫിനറ്റ്ലി എന്തോ ഫാമിലി ഇഷ്യൂസ് ഉണ്ട് ഇവിടെ. നിങ്ങൾ രണ്ടാളുടെയും എടുക്കുക, നിങ്ങളുടെ ഫാമിലി, എക്സ്റ്റെൻഡഡ് ഫാമിലിയുടെ കൂടെ എന്തോ പ്രശ്നങ്ങളുണ്ട്.
കോളിങ് യുവർ സോൾമേറ്റ്. അപ്പോൾ ഇവിടെ കോളിങ് യുവർ സോൾമേറ്റുമുണ്ട്, നിങ്ങൾ പ്രേ ചെയ്യണു, ഹോപ്പ് ചെയ്യണു ഇതൊക്കെ ശരിയാവും എന്ന്. പക്ഷേ എവിടെയോ ഈ സിറ്റുവേഷൻ, ഈ റിലേഷൻഷിപ്പിൽ ഈ മാസം കുറച്ചൊരു ടെൻഷൻ ഉള്ള മാസമാണ്. അങ്ങനെ ഒരു ബ്രേക്കപ്പ് ഞാൻ ഇതുവരെ കാണുന്നില്ല. പക്ഷേ ഇത് ഒരു പറഞ്ഞ ഒരു ലവിങ് റിലേഷൻഷിപ്പ് ആണെന്നും ഞാൻ പറയില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എന്താ ഔട്ട്കം ഉണ്ടാവുക അടുത്ത മാസം നോക്കാം. പക്ഷേ ഈ മാസത്തിന് വേണ്ടിയിട്ട് ഇതാണ് മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. എല്ലാം ഡീറ്റെയിൽസ് എൻ്റെ സ്ക്രീനിലുണ്ട്, കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.